ആരും മുമ്പിൽ കരയാനുമല്ല, ചിരിക്കാനുമല്ല, ചിരിക്കാതിരിക്കാനുമല്ല, കരയാതിരിക്കാനുമല്ല, ആ ഒരു അവസ്ഥ കേട്ടോ ഈ ഒരു സമയം. ഇല്ലെങ്കിൽ ഞാൻ പാക്കാക്കും. ഇന്ന് ഫാർക്കിച്ച ഉണ്ടായത് കൊണ്ട് ഫാർക്കിച്ചാനെ പണിയിട്ടാ ഫുൾ പാക്കാക്കുന്നുള്ളത്. എന്ന് വെച്ചെങ്കിൽ ഞാൻ എനിക്ക് എന്തായെന്നറിയില്ല. ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഫുള്ള് പാക്കാക്കി ഞാൻ തന്നെ ഫുള്ള് സെറ്റാക്കും. അച്ചക്കുൻ്റെതായെങ്കിൽ ഇക്കാൻ്റെതായെങ്കിൽ എല്ലാം സെറ്റാക്കും കേട്ടോ. എനിക്ക് എന്തായെന്നറിയില്ല. ഈ എന്താ അറിയില്ല, ഈ പാക്കാക്കുമ്പോൾ വരെ ഞാനില്ല കേട്ടോ. ഞാൻ മുകളിൽ എന്തോ ഉള്ളത്, ഞാൻ ഈ ഫ്രഷ് ആവാൻ എന്തോ പോയിട്ടുള്ളത്, കുളിക്കാൻ അങ്ങനെ എന്തോ പോയിട്ടുള്ളത്. ഈ ഭാഗത്തെ ഞാൻ വന്നിട്ടാ വീഡിയോൻ്റെ കസീലിട്ട് അടുത്ത് തരുന്നുള്ളത്. സോ ഫാർക്കിച്ചക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് നല്ല ഭയങ്കര നീറ്റായിട്ട് ആ പാക്കാക്കുന്നില്ലത് കേട്ടോ. പിന്നെന്താ അറിയല്ലേ, സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈം ഉണ്ടല്ലോ, അത് മുമ്പെല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ ദുബായി പോയിട്ടാട്ടാ. നമ്മളെ ഫാമിലി ബാപ്പ പോയിന്, അത് എനിക്ക് ഓർമ്മയില്ല. ചെറുതുണ്ടാകുമ്പോൾ അങ്ങനെ പോയത് കൊണ്ട് പിന്നെ പോയിട്ടുണ്ട്. സോ നമ്മൾ അങ്ങനെ കണ്ടിച്ച പോകുന്നത്, പാക്കിങ് അതൊന്നും കണ്ടിച്ച. സോ പോകുന്നത് ഈ അച്ചക്കുനെയും പിന്നെ ഇക്കനെ, ഈ രണ്ടാളെ മാത്രമേ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ആ പാക്കിങ് മുമ്പുള്ള പാക്കിങ്ങിനെക്കാളും ഈ ഇപ്പോൾ ചെയ്യുന്ന ഈ പാക്കിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് കേട്ടോ. ഭയങ്കര ഇക്ക പോകുമ്പോൾ വരെ ചോദിച്ചിന്, എന്താ പറയുക, അച്ചു ബീഫ് വെച്ചിനാ, അച്ചു അത് വെച്ചിന്, അത് നമ്മൾ അല്ല വെച്ചിട്ടാ എന്താ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്ന് വെച്ചാൽ ഞാൻ പാക്കിങ് ആക്കിയതല്ലല്ലോ. ഇല്ല, ഞാനിങ്ങനെ ഓർത്ത് വെക്കും. ഇതിൽ എനിക്ക് എന്തായെന്നറിയില്ല. ഞാൻ ഓപ്പോസിറ്റായിട്ട് ഇക്കാനോട് ചോദിക്കുന്നുണ്ട്, ഇക്ക അത് വെച്ചിട്ടുണ്ടാവും, അത് അല്ല ഇത് വെച്ചിട്ട്, അപ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്ന്, പിന്നെ അപ്പോഴത്തേക്ക് ഇക്കാവും കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകിയാനോ നല്ല ഉറക്കിലുള്ളത്. പിന്നെ എന്താ പറയലേ, അതിനെ കുറച്ച് നേരം ഉറങ്ങട്ടെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായത് കേട്ടോ. എന്ന് വെച്ചെങ്കിൽ പോകാനാകുമ്പോഴത്തേക്ക് ഒരു കരച്ചിലും പിടിയാകുമ്പോഴത്തേക്ക് ഭയങ്കര ഇടങ്ങേറായിരിക്കും. അതുകൊണ്ട് ഇക്കാനോട് ഞാൻ പറഞ്ഞു പോകാനാകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇക്ക കീയുന്ന സമയം കേട്ടോ. അങ്ങനെ ഇതാ ഇക്ക ഇങ്ങനെ സോപ്പിങ്ങിട്ടിച്ചേ വിളിക്കും കേട്ടോ. എന്നാൽ എനിക്ക് അയനു എനിക്ക് ബാപ്പ പോകുന്നില്ല അങ്ങനെയൊന്നും ഞാൻ വിളിക്കുന്നത് അല്ല, അങ്ങനെ തന്നെ കേട്ടോ ഞാൻ വിളിക്കുന്നത്. ഇക്ക അങ്ങനെ ഒന്നും വിളിക്കില്ല. ഇക്കതാ ഇങ്ങനെ ക്യൂട്ടായിട്ട് എന്നെ എണിപ്പിക്കുന്നത് സെയിം ഇതേ മെത്തേഡ് മെല്ലെ ഇങ്ങനെ സോപ്പിങ്ങിട്ട് എണിപ്പിക്കും. സെയിം അതേ അയ്യാനും ഇങ്ങനെ മല്ലേ വിളിച്ച് നമ്മൾ ഉറക്കുന്നില്ല, പെട്ടെന്ന് എണിപ്പിക്കുന്നേക്കാളും ഇങ്ങനെ കൂളായിട്ട് മല്ലേ എണിപ്പിക്കും. അപ്പോഴത്തേക്ക് അയ്യാനും എണിച്ചിട്ടാ പെട്ടെന്ന് എന്താ പറയുക, ബാപ്പനെ കണ്ടിട്ട് ഈ ഫസ്റ്റ് ടൈം ഓന് ഹഗ് ഓന് എപ്പോഴും തരും. പക്ഷെ ഈ ഒരു ഹഗ് ഉണ്ടല്ലോ, ഓന് ഉറക്കം നെണിച്ചിട്ട് ബാപ്പ ഡ്രസ്സ് ഇടാലെന്ന് പറഞ്ഞെങ്കിൽ ഓന് എണിക്കുന്നില്ല കേട്ടോ. എണിക്കുന്നേ ഇല്ല. ബാപ്പനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഉണ്ടായിന്. എന്താ പറയുക, ഇക്കാക്ക് ഭയങ്കര ഫീൽ ആയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് നേരം എനിക്ക് ഓക്കെ ആക്കിയിട്ട് പിന്നെ താഴെ തന്നെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇനി എല്ലാവർക്കും കൈ കൊടുത്ത് പോകാൻ പറയുന്നില്ലത് കേട്ടോ. ഉള്ളിൽ നിന്ന് ഉമ്മാനവർക്ക് എല്ലാവർക്കും കൈയെല്ലാം കൊടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കുന്നില്ലത്. നമ്മൾ പോകുന്നില്ലത് സുഹേലിൻ്റെ കാറിൽ കേട്ടോ. നമ്മൾ ആരെല്ലാം പോകുന്നില്ല വെച്ചെങ്കിൽ സുഹേൽ, ഉപ്പ, അയ്യാനും, നാഫി, ജസ്സി, ഞാൻ, ഇക്ക, ഇത്ര ആൾ പോകുന്നില്ലത് കേട്ടോ. സോ റൂമിൽ നിന്ന് തന്നെ ഞാൻ ഇക്കനോട് വെച്ചിട്ടുണ്ട് എല്ലായിടത്തിനും ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ വെച്ചെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ടാന്ന് അറിയുന്നുണ്ട്. ഞാൻ ഒക്കെ പറയുന്നുണ്ട് പാസ്പോർട്ട് വെച്ചിട്ട് വെച്ചോന്ന്. പിന്നെ ഞാൻ പറഞ്ഞ ID വെച്ചിട്ട് അത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ലാസ്റ്റ് ഇക്കൊക്കെ കൺഫ്യൂഷനായിട്ട് ഇക്ക ഇറങ്ങാനാകുമ്പോൾ നോക്കിയത് കേട്ടോ. ബയ്യ ഹെഡ്ഫോൺ ഉള്ളിലായി പോയി, അത് മാത്രമേ ബാക്കി ഉണ്ടായത് കേട്ടോ. പിന്നെ ബേം പോയിട്ട് കൊണ്ടുവന്ന് എന്താ പറയുക, ഇനി ഇക്ക പോലെ കഴിച്ച് ഇക്കൻ്റെ വണ്ടി എൻ്റെ വണ്ടിയെല്ലാം സൈഡിലുണ്ട്. സോ എന്താ പറയുക ഇക്ക പോലായി. അങ്ങനെ കാറി ഇരുന്ന തൊട്ട് ആടെ എത്തുന്നവരെ എന്തെന്നറിയില്ല, കണ്ണിൽ പുഴ മാത്രം ഉണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളം മാത്രം ഉണ്ടായത്. എങ്ങനെ മനസ്സ് കൺട്രോളാക്കിയെങ്കിൽ ഈ സമയത്ത് എന്തെന്നറിയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഓക്കെ ഉണ്ട്, എല്ലാവർക്കും നോർമലായിട്ട് മുണ്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും കേട്ടോ. അത് എന്ത് സംഭവം എന്നറിയില്ല. ഇക്ക മതി വെച്ചു കുറച്ച് ഇക്കട്ട് വെള്ളമെല്ലാം തീർന്ന് കുറേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇയാൾ കൂളായിട്ട് എഴുന്നേറ്റ് പോകുന്നില്ലത് അറിയില്ലല്ലോ അപ്പോൾ അടുത്തേക്ക് പോകുന്നതെന്ന്. എപ്പോഴും ട്രിപ്പല്ലേ, അപ്പോൾ ചേച്ചി അങ്ങനെ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞേച്ച്. പിന്നെ അവിടെ എത്താറാകുമ്പോഴത്തേക്ക് ഇക്ക രാത്രി 9:30 ഫ്ലൈറ്റ്. സോ തിന്നാതെ കയറുന്നല്ല. അതുകൊണ്ട് എന്താ പറയുക, അടുത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഷവർമ മാത്രം കഴിച്ചത് കേട്ടോ. എന്താ വെച്ചെങ്കിൽ അടുത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. ആ സമയം 7 മണിയാകുമ്പോഴത്തേക്ക് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് അടുത്ത മുന്നേ 7:30 മണി അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിന് കേട്ടോ. സോ അതുകൊണ്ട് എന്താ പറയുക, ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുള്ളത്.
അവിടെ എത്തിയിട്ട് എല്ലാവർക്കും എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഷവർമ്മ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫട്ടാഫട്ട് വേഗം ഷവർമ്മ ഇതാക്കിയിട്ടാ ഓർഡറാക്കി. അതിന് കാര്യമായിട്ട് നോക്കുന്നുണ്ടതിന്. പിന്നെ ഈടെ ഉള്ള ഒരു സൗണ്ട് എൻ്റെ പൊന്നെ എന്തെന്നറിയോ, ഫ്ലൈറ്റ് പോകുന്ന ആ സമയം ഇങ്ങനെ അതിന് സൗണ്ട് ഉണ്ടായിന് കേട്ടോ. യബ് ആൾ പറയുന്നുണ്ട്, എന്നാലും ഞാനുണ്ടല്ലോ വേറെ എന്തോ സൗണ്ട് കേട്ടോ. പക്ഷെ ആ സൗണ്ട് ഉണ്ടല്ലോ, എല്ലാവരും പറയുന്നുണ്ട് തന്നെ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് അതൊക്കെ കേൾക്കുന്ന പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴ്ന്നെൻ്റെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മനസ്സിലായത് എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഹാർട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഡിബ് 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 ആവാൻ തുടങ്ങിയിട്ട് എന്തെന്നറിയില്ല. പിന്നെ ഞാൻ എന്നറിയില്ലേ, ഇങ്ങനെ തന്നെ കണ്ണിങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കോണുണ്ട്. എനിക്കിങ്ങനെ എന്തല്ല എന്തോ ഒരു മൂമെൻറ്റ് കേട്ടോ, ആ ഒരു മൂമെൻറ്റ് ഉണ്ടല്ലോ. സോ അത് സഹിക്കാൻ പറ്റാത്ത. പക്ഷേ ഈടെ നോർമലായിട്ട് എത്തി. എന്താ പറയുക, ഞാൻ പിന്നെ ഞാൻ എന്താ എയർപോർട്ടിൽ എത്തി. പിന്നെ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ്. ഓക്കെ, എന്താ വെച്ചാൽ അയ്യാനെ റിയാക്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. സോ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സ്ട്രോങ് എല്ലാം ആണെന്നല്ല പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ, പക്ഷേ ഹാർട്ട് ഇങ്ങനെ എപ്പോഴും അടിക്കുന്നുണ്ടെങ്കിലും വയ്യ. എന്താ പറയുക, ഞാൻ എന്നോട് തന്നെ അച്ചോ ഓക്കെ എന്നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഒരു മൂലക്കന്നെ ഞാൻ ആരോ കണിക്കാൻ ഞാൻ ബാക്കിലോട്ട് നിന്നിച്ച് എന്തോ ആലോചിച്ചുകൊണ്ട് എന്തോ ആക്കുന്നില്ല എന്നിട്ടാ ഉപ്പാൻ്റെ കേട്ടാ അയാനുള്ളത്. പിന്നെ അയാനുവിനെ ഇക്കെടുത്ത് എന്താ വെച്ചെങ്കിൽ ഞാൻ ചോദിച്ചു കയ്യിൽ തന്നെ കയറുന്നതായിരിക്കും എന്നല്ല പറഞ്ഞിട്ട് ഭയ്യ അപ്പത്തെ അവിടെ വരെ കൂടെ ഉണ്ടായിരുന്നു കേട്ടാ. സോ അതുകൊണ്ട് അത്ര സമയം നമുക്ക് ഒന്നിച്ചിട്ട് നടക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞല്ല. ഇനി നെക്സ്റ്റ് വരുമ്പോഴല്ല കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഇക്കനെ ഒട്ടി നടക്കുന്നുണ്ടായ ഞാൻ ഇക്ക എന്നെ ഒട്ടി നിൽക്കുന്നുണ്ടായി. ഞാൻ എവിടെയോ ഇക്ക എവിടെയോ എന്ന് വെച്ചെങ്കിൽ പറ്റുന്നുണ്ടായിട്ടാ. പിന്നെ അതിനിടയിൽ വിചാരം ഓനും പോകുന്നു പറഞ്ഞിട്ട് എല്ലാവർക്കും ടാറ്റം പറഞ്ഞ് ഉമ്മൻ കൊടുത്ത്. അപ്പോഴത്തേക്ക് ഇക്കക്ക് സങ്കടമായിട്ടാ. പിന്നെ അത് നമ്മൾ നേരെ അങ്ങോട്ട് അവിടെ എത്തിട്ടുമ്പോഴത്തേക്ക് പറഞ്ഞ് ഇതിലല്ല അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് എന്താ പറയുക, അടവരെ നമുക്ക് കിട്ടിയിട്ടാ. സോ എന്നാണ് ടാസ്ക് ഉള്ളത് വിചാരിച്ച കണിക്കൊന്നുമല്ല കേട്ടോ. എന്തെങ്കിലും ഉറപ്പുണ്ടായതിന് ബേജാറാവും. അതിന് ചെറുങ്ങനെ കാര്യമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ നടന്ന കാര്യം വേറെ തന്നെ. ആടെ എത്തി അയ്യനത് എൻ്റെയൊക്കെ തരുമ്പോൾ എൻ്റെയൊക്കെ വരുന്നില്ല. ഉപ്പാൻ്റെയൊക്കെ പോകുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഉപ്പാൻ്റെയൊക്കെ പോകുന്നില്ല, അവരൊക്കെ പോകുന്നില്ല. പിന്നെ എന്താക്കി കുറച്ച് നേരെ തട്ടിയിട്ട് പിന്നെ കുറച്ച് ഓക്കെ ആയി. പിന്നെ ഇക്ക എൻ്റെയൊക്കെ കുറേ തരാൻ കുറേ ട്രൈ ആക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. പിന്നെ എടുക്കാതിരിക്കാനും കഴിയുന്നില്ല. പിന്നെ പപ്പോ നല്ല പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയ അയാനും. എൻ്റെ അല്ലാ എന്ത് പറയല്. പാപ്പ അവനെ ഇക്കാന്ന് കേട്ടോ അധികം വിളിച്ചത്. ഞാൻ ഇക്കാനൊക്കെ പോന്ന്, പാപ്പാനൊക്കെ പോന്ന്, എന്നെ വിട്, എന്നെ കൈക്ക് ഫുള്ള് കടിച്ച് പാഞ്ഞ് എന്തെല്ലോ ആയി. ഉപ്പാനെ കയ്യിൽ നിന്നും കുറേ ബയ്യത്തെല്ലാം കിട്ടിയിട്ട് നേരെ ഇക്ക പോകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് കയറുന്ന ആ ഭാഗമേ കണ്ടിട്ട് ആടെ എത്തിയിട്ട് അതിൻ്റെ കരച്ചിൽ കാണുമ്പോഴത്തേക്ക് എൻ്റെ കരച്ചിൽ എവിടെ പോയി ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുണ്ടായിന്. പിന്നെ അവിടെ നേരെ നമ്മൾ പോകുമ്പോഴത്തേക്ക് റബ്ബേ എത്ര നേരെ കരഞ്ഞ് ലൈക്ക് ബാപ്പാനൊക്കെ പോകുന്നില്ലേ, എൻ്റെ ബാപ്പാനൊക്കെ ഞാൻ പോകുന്നില്ല, എൻ്റെ ബാപ്പാനൊക്കെ കൊണ്ടുപോകുന്നില്ല പറഞ്ഞിട്ട് ഫുള്ള് സീൻ തന്നെ ആയിരുന്നു. കരഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഓക്കെ. പിന്നെ ജെസ്സി ഉണ്ടായത് കൊണ്ട് ഓളെ കുറച്ച് പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ഓൾ പേടിപ്പിച്ചത് കൊണ്ട് കുറച്ച് ഓക്കെ ആയി. പിന്നെ ഇതാ സുഹൈൽ പാട്ട് വെച്ചത് കൊണ്ട് പിന്നെ ആൾ ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടാ. പക്ഷെ ഓക്കെ ഉണ്ട്. കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കരയാൻ തുടങ്ങി. പിന്നെയും എനിക്ക് സങ്കടം വരുന്നു. കരയുമ്പോൾ ജസ്സിനെ നോക്കുന്നു, കുറച്ച് വരുമ്പോൾ കാല മ്യൂസിക് മാറ്റുക. പിന്നെ എന്താ പറയലേ, കുറച്ച് നേരം അടുത്തുന്നവരെ പാട്ട് കേട്ടോണ്ട് പോയിട്ടാ. അതുകൊണ്ട് ഓക്കെ. പിന്നെ രാത്രി പെരക്ക് എത്തിയ പിന്നെ അങ്ങനെ തന്നെ ആയിട്ട് ആ റൂമിലെത്തിയ പിന്നെ എനിക്ക് മനസ്സിലായി എവിടെയോ പോയി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. ലാസ്റ്റ് എന്നോട് പറഞ്ഞ് പകുതി നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ബാപ്പ കഴിയുന്നില്ലല്ലോ, ബാപ്പക്ക് ചുമയല്ലോ, ബാപ്പ പെരക്ക് ഉറങ്ങിയിട്ടുണ്ട്, നമുക്ക് പെരക്ക് പോവാം, പാപ്പ പെരക്കുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് പിന്നും കുറച്ച് ഓക്കെ ആയിട്ടാ. പിന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതന്നെ ബാപ്പ കൊടുത്തമ്മി എന്നല്ല പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞോണ്ട് വന്നത് കേട്ടോ. സമാധാനത്തോടെ വല്ല ജസ്സിക്ക് കേൾക്കാതെ എനിക്ക് നല്ല ബാപ്പ കൊടുത്തമ്മി പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചെങ്കിലും എനിക്ക് കരയാൻ പോയിട്ട് ജസ്റ്റ് പയ്യത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ പെരക്കെത്തിയ പിന്നെ കുറച്ച് ഓക്കെ ആയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.